ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ബിഗേഴ്സിന് തിരക്ക് പിടിച്ചൊരു സമയമാണല്ലേ. കാരണം നമ്മൾ ന്യൂ ഇയർ, ക്രിസ്മസ്, അതിൻ്റെ ഒക്കെ ഒരു ചാകരയായിട്ടുള്ള ഒരു ടൈമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ടൈമിലുള്ള കേക്കാണ്. നമ്മൾ ക്രിസ്മസ് തീമിലാണ് ഈ ഒരു കേക്കും ചെയ്യുന്നത്. സ്കൂൾ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു കേക്ക് വരുന്നത്. ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് 10 ഇഞ്ചിലാട്ടോ. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം റിച്ച് ആയിട്ട് പല കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാറുണ്ട്. അത് സ്പഞ്ചിൽ ചില സമയത്ത് എക്സ്ട്രാ ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ടും ക്രീമിലും ഒക്കെ നമ്മൾ നമ്മുടേതായ സീക്രട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കും. നമ്മൾ കുറേ ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഇപ്പോൾ വീഡിയോസ് ഇടുന്നില്ലൂ. അതുകൊണ്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉള്ള ആൾക്കാരാണെങ്കിലും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. എന്നിട്ട് ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, അതെന്തായാലും മറന്നു പോകുന്നുണ്ട്. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കാട്ടോ. നിങ്ങളുടെ ഒരു സ്മൈലി ആണെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. അപ്പോൾ അതെ, നമ്മൾ 10 ഇഞ്ചിൻ്റെ ബേസ് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 12 ഇഞ്ചിൻ്റെ ബേസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചെറീസ് കട്ട് ചെയ്തതും പിന്നെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം തന്നെ 3-4 കേക്ക്സ് ഉണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയുടെ കേക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഒരു 4-5 കേക്ക് ഉണ്ടായിരുന്നു. അതാ ഇവിടെ തന്നെ ഓരോരു തലവേദന പിടിച്ച ഓരോ കാര്യങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറ സ്റ്റാൻഡിങ് ഒക്കെ ഫുൾ പ്രോബ്ലംസ് ആയിട്ട് മാറുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ ഉള്ളിലെ ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെറീസ് കട്ട് ചെയ്തത് വലിയ പീസായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുമോയെന്ന്. ഞാൻ എന്തായാലും അങ്ങനെ പറയില്ല കേട്ടോ. മാക്സിമം ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്താലേ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യണം. എന്നാൽ കടിക്കുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് ചെറീസ് കടിക്കുന്ന ആ ഒരു വിധത്തിൽ ഒരിക്കലും കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് കേട്ടോ. പിന്നെ ചോക്ലേറ്റ്സ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഫീലും വരില്ല കേട്ടോ. അപ്പോൾ 3 ലെയർ ഫില്ല് ചെയ്തു. നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഫ്രീസറിൽ കൊണ്ട് വെച്ചിട്ടാണ് സെക്കൻഡ് ഐസിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് മറ്റൊരു കേക്ക് ഉണ്ടായിരുന്നു, അതും ചെയ്തെടുത്തു. അതൊന്ന് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് വേറൊരു കേക്ക്. അപ്പോൾ അങ്ങനെ ഓരോ കേക്ക്സ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം കൂടി ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഫസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ടുള്ള കേക്ക് എടുത്തിട്ട് സെക്കൻഡ് ഐസിങ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ഐസിങ് പ്ലെയിൻ വൈറ്റ് ക്രീമിൽ തന്നെയാണ്. എന്നാൽ ഗ്രീനും റെഡും കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്കൂൾ ബേസ്ഡ് ആയിട്ട് വന്നതാണ്. എൻ്റെ കസിനാണ്, കസിൻ്റെ മോളുടെ സ്കൂളിലേക്കാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. മാഷാ അല്ലാഹ് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. നമ്മൾ പറഞ്ഞതിനേക്കാളും എക്സ്ട്രാ ടേസ്റ്റും കൂട്ടിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞതിനേക്കാളും എക്സ്ട്രാ വെയിറ്റും കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നോർമൽ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഫസ്റ്റ് ഓർഡേഴ്സാണ് അവരുടേത്. ഇത് ഒരു പുതിയ സ്കൂളാണ്. നോർമലി നമുക്ക് വേറെ കുറേ സ്കൂളുകൾ ആൾക്കാരൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സും മാഷാ അല്ലാഹ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിനും ക്രിസ്മസിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മാഷാ അല്ലാഹ് വിചാരിച്ചതുപോലെയുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് ഓർഡേഴ്സും ഒരുപാട് തിരക്ക് പിടിച്ച സമയങ്ങളും ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ക്രം കോട്ട് ചെയ്ത് സെക്കൻഡ് ഐസിങ് ചെയ്ത് ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തതിന് ശേഷം ഗ്രീൻ കളർ, ഞാൻ ഇവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ കളേഴ്സ് ആട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെ കളേഴ്സ് എടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് താഴെ കേക്ക് ബേസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻസ് കൊടുത്തു. അതിൻ്റെ തൊട്ട് മുകളിൽ വൈറ്റ് പോർഷൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു 2 ലെയേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ലെയേഴ്സ് ഞാൻ അവിടെ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് 3 ലെയേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 ലെയേഴ്സ് താഴെ കൊടുത്തതിന് ശേഷം മുകളിലും അതേപോലെ തന്നെ 3 ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെയേഴ്സ് നമ്മൾ കൊടുക്കുന്നത് സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് ഒരുപാട് ചെയ്ത് കയ്യിൽ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിറയ്ക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു വിറയൽ പോലെയുള്ള ലൈൻസൊക്കെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും കൊടുക്കേണ്ടതല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ചെയ്തെടുത്തു. പിന്നെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ലൈൻസ് കൊടുത്തു. പിന്നെ റെഡ് കളറാണ് ഇവിടെ. റെഡ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാജിക്കിൻ്റെ റെഡ് ആട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കളർ ചേർക്കണം. ഒരുപാട് കളേഴ്സ് ചേർക്കാതെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡ് കിട്ടാനുള്ള മെത്തേഡ്സൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്.
ആ ഒരു വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മറക്കാതെ നമ്മുടെ വീഡിയോസ് കണ്ടു നോക്കുക, യൂസ്ഫുൾ ആവും. ഒരുപാട് വീഡിയോസ് ഉണ്ട്, പലതരം കളർ മിക്സിങ്ങിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ലൈൻസ് കൊടുത്തതിന് ശേഷം യൂസ് ചെയ്തിട്ടുള്ളത് ആ ഒരു റെഡ് കളർ വരച്ചിട്ടുള്ളത് നമ്മൾ ചെറിയ സ്റ്റാർ നോസിലാണ്. ഇപ്പം ഡോട്ട്സ് കൊടുക്കുന്നത് ഷെൽ നോസിൽ വെച്ചിട്ടാണ്. സെയിം ക്രീം തന്നെ നോസിൽ മാറ്റിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ ഫ്ലവേഴ്സ് വരച്ചു, ഇപ്പോൾ 3 ഡോട്ട്സ് ആയിട്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഗ്രീനിൽ തന്നെ കുറച്ച് ലൈൻസും വീവ്സും ഒക്കെ കൊടുക്കുന്നുണ്ട്, പിന്നെ ലീവ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. ലീവ്സും നേരത്തെ യൂസ് ചെയ്ത അതേ കളർ തന്നെയാണ്, അതും നോസിൽസ് മാറ്റി ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ നോസിൽസ് മാറ്റിയിട്ട് ഒരേ ക്രീം വെച്ച് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ നോസിൽ മാത്രം ഇടുക, പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം മാത്രമായിട്ട് എടുക്കുക. അത് രണ്ടും കൂടിയിട്ട് ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നോസിൽസ് മാറ്റി മാറ്റി ഡിസൈൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ്, ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമുക്ക് ക്രിസ്മസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഡിസൈൻസ് വീഡിയോസ് ഇടുമെന്ന്. അപ്പോൾ കുറച്ചൊന്ന് ലേറ്റായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, അത്രയും തിരക്കായതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇവിടെ കുറേ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫോട്ടോ പ്രിൻ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ്, ആദ്യമേ വീഡിയോസ് എടുത്ത് വെച്ചതാണ്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിലുള്ള ഏകദേശം ഓൾമോസ്റ്റ് പിക്സൊക്കെ നമ്മൾ കേക്കിൽ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ്, സോറി. അത്യാവശ്യം തിരക്കുള്ളത് കൊണ്ടും പിന്നെ മറ്റുള്ള വീട്ടിലെ പല കാര്യങ്ങളുള്ളതുകൊണ്ടും ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇത്രയും ലേറ്റായി പോയിട്ടുള്ളത്. അപ്പോൾ മാഷാ അല്ലാ ഞാൻ ക്രിസ്മസിന് മുൻപ് തന്നെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആകെ ഏകദേശം ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ഇതുപോലെ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ടും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരു ദിവസം അല്ല കേട്ടോ ചെയ്യുന്നത്, സമയം കിട്ടുന്നതിനനുസരിച്ച് ആ ഒരു ഒഴിവ് സമയത്തൊക്കെ ഇതുപോലുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, കട്ട് ചെയ്ത് ലെവൽ ചെയ്യുക, അതിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ താഴെയും ഒരുപാട് ഒരു 800-900 അടുപ്പിച്ചിട്ട് ഞാൻ ഒരു പ്രിൻറ്റിന് വേണ്ടിയിട്ട് തന്നെ എക്സ്പെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു 6-7 ഷീറ്റോ 8 ഷീറ്റോ അങ്ങനെ എത്രയോ ഷീറ്റ്സ് ആണ്. ആ ഒരു ഷീറ്റ്സിന് തന്നെ 900 അടുപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഷീറ്റ്സാണ്, അല്ലാതെ നൈസായിട്ടുള്ളതല്ല. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഒരു പ്രിൻറ്റ് എങ്ങനെയാണെന്ന്. നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ഓരോ തീമിലും ഫോട്ടോസ് അയച്ചു കൊടുക്കും കേക്കിൻ്റെ ഷോപ്പിലേക്ക്. എന്നിട്ട് നമ്മൾ തന്നെ അതിൻ്റെ അതിൻ്റെ അളവും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. എന്നിട്ടാണ് അത് പ്രിൻറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് നമ്മൾ കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഹാപ്പി ക്രിസ്മസ് എന്ന് കൂടെ അവരോട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളിത് പപ്പാച്ചിയുടെ താഴെ സൈഡിലും മുകളിൽ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളതും ഒക്കെ വെച്ചു. നമ്മൾ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മാഷാല്ലാ നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പോൾ അപ്പുറത്ത് വേറെ ഒരു കേക്കും കൂടി ഉണ്ട്. സെയിം ഒരു കേക്ക് തന്നെ, ഒരു സ്കൂളിലേക്ക് തന്നെ 2 കേക്ക് ഉണ്ടായിരുന്നു. 2 കേക്കും ഒന്ന് 5Bയിലേക്കും ഒന്ന് 6Cയിലേക്കും ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഇതങ്ങനെ ഫോട്ടോ പ്രിൻറ്റ് കേക്കിലേക്ക് വെച്ചിട്ട് കളർ സ്പ്രെഡ് ആവോ ഡാമേജ് ആവോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.